ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് മാർച്ച് മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച 50ഓളം സിനിമകളായിരുന്നു റിലീസ് ഉണ്ടായിരുന്നത്. ഈ ആഴ്ച വന്നിട്ടുള്ളത് 38ഓളം സിനിമകളും സീരീസുകളാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണുള്ള കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമതെന്നുള്ള ഒരു തമിഴ് സിനിമയാണ്. അലങ്കു എന്നാണ് സിനിമയുടെ പേര്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. അജിത്ത്, തൃഷ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ധൂം ധാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമ ETV വിൻ വഴിയും റിലീസ് ചെയ്തിരിക്കുകയാണ്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 47 മീറ്റേഴ്സ് ഡൗൺ അൺകേജ്ഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കട്ട് ത്രോട്ട് സിറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, ഹിന്ദി ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറയുന്ന സീരീസ്. 2 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീരീസിൻ്റെ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. വെല്ലദേശം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ നെക്ലേസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദ ഫ്രിഡ്ജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അൾട്രാ പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നമ്മുടെ ആസിഫ് അലിയും അനശ്വര വിജയനൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ ഒരു മെഗാ ഹിറ്റായി മാറിയ സിനിമയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയമായി മാറിയ സിനിമയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. പാൻ ഇന്ത്യൻ ഭാഷകളായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ സീക്രട്ട് ഓഫ് വുമൺ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് മണികണ്ഠൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് C5ലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നാഗചൈതന്യയും സായി പല്ലവിയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് തണ്ടൽ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കൃതി ഷെട്ടി പ്രധാന വേഷം കൈകാര്യം ഒരു തെലുങ്ക് മൂവിയാണ് മനമേ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ് നടാനിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവി അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് പിക്ചർ ദിസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്. അടുത്ത 2020 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ബ്യൂട്ടി ഇൻ ബ്ലാക്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത 2024 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ VR OTT പ്ലാറ്റ്ഫോം, പിന്നെ അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസ്, ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ബാപ്പു എ ഫാദർ സ്റ്റോറി എന്ന് പറഞ്ഞൊരു കോമഡി ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി സീരീസാണ്. ദ വാക്കിംഗ് ഓഫ് എ നേഷൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സോണി ലീവിൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യുക. ആഹാ തമിഴ് അതുപോലെ തന്നെ ടെൻറ്റ് കോട്ടയിൽ, ഈ 2 OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് കുഴന്തകൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ പിന്നെ അവൈലബിൾ ആണ്, ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ആഹാ തമിഴ് അതുപോലെ ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ഒരു ഹിന്ദി ആക്ഷൻ മൂവിയാണ് സ്കൈ ഫോഴ്സ് എന്ന സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റെൻ്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഫട്ടേഹ് എന്നാണ് സിനിമയുടെ പേര്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ
ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ സ്ലാഷർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഫക്ക് മേരി കിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു മലയാള സിനിമയാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, വെൻ ലൈഫ് ഗിവ്സ് യു ടാങ്കറൈൻസ് എന്നാണ് സിനിമയുടെ സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കൊറിയൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ഫസ്റ്റ് സീസണാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ജർമ്മൻ മൂവിയാണ്, ഡെലീഷ്യസ് എന്നാണ് ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ പേര് വരുന്നത്. ജർമ്മൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്, ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. റോയൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആനിമേഷൻ മൂവിയാണ്, പ്ലാങ്ക്ടോൺ ദ മൂവി എന്നാണ് ഈ ഒരു ആനിമേഷൻ മൂവിയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ഉത്സവം എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി തെലുങ്ക് ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് 2023 റിലീസ് ചെയ്ത ഫരെ എന്ന് പറഞ്ഞ സിനിമ. C5 വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് നീല നിറ സൂര്യൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് റിവാജ് എന്ന് പറഞ്ഞ സിനിമ. C5ലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് ദ മലബാർ ടൈൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഓൾ ഐ സീ ഈസ് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ്, തായ് ഭാഷകളിലായിട്ട് ലൈറ്റ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച, അതായത് മാർച്ച് മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഇന്ന് വരെ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഏകദേശം 38ഓളം റിലീസുകളുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള സിനിമകളിലും സീരീസുകളും ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.